ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ മക്കളുടെ വിവാഹ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം. വിവാഹം ഒരിക്കലും നിർബന്ധത്താലാകരുത്. മാത്രമല്ല, ചേരാത്തവരെ ചേർക്കരുത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരാളുടെ വിവാഹം നടക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. വീട്ടുകാരെല്ലാം ഇത് നടക്കും, അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് മകൻ്റെ വിവാഹ കാര്യം. അങ്ങനെ ഇരിക്കെ അവൻ വന്നിട്ട് പറയാണ്, ഞാൻ അതിനകത്തുനിന്ന് പിന്മാറുക. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് അവൻ പറഞ്ഞത്, ഞങ്ങളുടെ കെമിസ്ട്രി ചേരത്തില്ല. കെമിസ്ട്രി. അപ്പം അപ്പൻ ഒരു പരിഹാസ രൂപേണ അദ്ദേഹത്തോട് ചോദിച്ചു, മാത്തമാറ്റിക്സ് എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ചേരത്തില്ല എന്നുള്ളത് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് പിന്മാറുകയാണ്. ചേരാത്തത് ചേർത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. വേറൊരു സ്ത്രീ അവർ സൂചിപ്പിച്ചൊരു കാര്യം, പക്ഷെ എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തൊന്നും എനിക്കൊരു വോയിസും ഇല്ല. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം പറയാനോ, അന്നത്തെ കാലത്ത് അതായിരുന്നു, അപ്പൻ തീരുമാനിക്കുന്നത് അത് നടക്കും. ആ രീതിയിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ചയില്ല. അത് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ, കെമിസ്ട്രി നോക്കിയാലും, അതുപോലെ തന്നെ സ്വഭാവം നോക്കിയാലൊന്നും ഒരു ചർച്ചയില്ല. ഞങ്ങൾ തമ്മിലൊരു മനപ്പൊരുത്തമോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമോ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഇതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവാഹം നിർബന്ധത്തിന് വഴങ്ങിയാകരുത്, ചേരാത്തവരെ ചേർക്കരുത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. കത്തോലിക്ക സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾ അവരുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അഷ്ടവിശിഷ്ട ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അഷ്ട എന്ന് പറഞ്ഞാൽ 8 വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, കുടുംബജീവിതക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളത് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത്. അതിങ്ങനെയാണ്, മക്കളുടെ പഠന വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കാം, മക്കള് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കാം, മക്കള് ജീവിത വിളി തിരഞ്ഞെടുക്കുന്ന കാര്യമായിരിക്കാം. അതെല്ലാം വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ്, ഒരു സ്വാതന്ത്ര്യം, അവരുടെ താല്പര്യം പറയാനായിട്ട്, അത് അവിടെ നിറവേറ്റാനായിട്ടുള്ള ഒരവസരം കൊടുക്കണം എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് നീ കാര്യം പഠിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇവരെ കെട്ടണം, അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് അതിലേക്കൊന്നും വിടരുത്. മക്കൾ എനിക്ക് ദൈവവിളി ഉണ്ടോ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു സംശയം, അത് പറയുകയാണെങ്കിൽ വിളിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ മാതാപിതാക്കൾ കൂടി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരു സംഭവം എനിക്കറിയാം. ഒരു വൈദികൻ, അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യമാണ്. അദ്ദേഹം ഇങ്ങനെ അച്ഛനാകാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെ ഒരു വിളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കൾ പറഞ്ഞു, ഉണ്ടെങ്കിൽ നീ പൊക്കോ, നിങ്ങളുടെ കാര്യമോ, ഒറ്റ മകനാ, നിങ്ങളുടെ കാര്യമോ, ഞങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളൂ, നിനക്കങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ നീ അതുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം അച്ഛനായി. അദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചു, അമ്മ ഇപ്പോഴും ഉണ്ട്. ഈ അച്ഛൻ ഏത് പള്ളിയിൽ പോയാലും ഈ അമ്മയും അവിടെ ഉണ്ടാവും. അമ്മ അവിടുത്തെ കാര്യങ്ങളെല്ലാം, കുക്കിങ്, ക്ലീനിങ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അച്ഛനും വലിയ ഒരു സപ്പോർട്ടാണ്. അമ്മയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടാനുണ്ടോ? ഇനി അന്ന് അവർ ഈ ഒറ്റ മകനേ ഉള്ളൂ, അവനെ കല്യാണം കഴിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താവും, ഞങ്ങളുടെ ഭാവി, രൂക്ഷവും കെട്ടിക്കൊണ്ട് വന്ന ഭാര്യ അവരെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരിചരണം കൊടുക്കാൻ ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ലായിരുന്നു. വിവാഹ ജീവിതത്തിലേക്കാണ് അവനെ നിർബന്ധിച്ചു വിട്ടത് എങ്കിൽ. അതുകൊണ്ടാണ് ഈ 2-3 മേഖലകളിൽ എപ്പോഴും അവരുടെ ഇഷ്ടം, അവരുടെ ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് കത്തോലിക്ക സഭ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചേരേണ്ടവ ചേരുന്നിടത്താണ് യഥാർത്ഥ സൗന്ദര്യം നമ്മൾ കണ്ടെത്തുക. ഡ്രസ്സാണെങ്കിലും എനിക്കറിയാം, ചില വ്യക്തികൾ, ഒരേ വ്യക്തി ഒരു ഡ്രസ്സിൽ നല്ല ഗ്ലാമറസാണ്, വേറൊരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പകുതി ഗ്ലാമർ പോലും ഉണ്ടാവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ചേരുന്ന ആ ഡ്രസ്സ് ഇടുമ്പോഴാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗ്ലാമർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്,
ദൈവമക്കൾക്ക് ചേരാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർക്കരുത്. ദൈവമക്കൾക്ക് ചേരാത്ത കാര്യങ്ങൾ എഫേസ്യസ് 5-ാം അധ്യായം 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യാതൊരുവിധ അശുദ്ധിയുടെ അത്യാഗ്രഹത്തിൻ്റെ ഒരു പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അപ്പോൾ നമ്മൾ വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, മ്ലേച്ഛത കാണരുത്, മ്ലേച്ഛത കേൾക്കരുത്, മ്ലേച്ഛത പറയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്നുള്ളത് ഈ വചനഭാഗം പഠിപ്പിക്കുകയാണ്. വ്യർത്ഥഭാഷണം, ചാബല്യം എന്നീ കാര്യങ്ങൾ നമുക്ക് യോജിച്ചതല്ല. ഈ ചേരാത്തവരെ ചേർത്താലുണ്ടാകുന്ന അപകടം പോലെ തന്നെയാണ് ദൈവമക്കൾക്ക് യോജിക്കാത്ത ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ നമുക്കും ഉണ്ടാകാവുന്നത്. മൂന്നാമതായിട്ട് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, യോജിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഏതാനും ചില കാര്യങ്ങൾ ദൈവമക്കൾക്ക് യോജിക്കുന്ന കാര്യങ്ങളായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത് നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. എഫേസ്യസ് 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം. 1 തെസ്സലോനിക്കർ 2:12 വിളിച്ച ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതമാണ് ദൈവമക്കൾ നയിക്കേണ്ടത്. അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി കാണുമ്പോൾ എന്താണ് ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് ഉചിതമായത്, യോജിക്കുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, കൃതജ്ഞതാ സ്തോത്രമാണ് നമുക്ക് ഉചിതം. ഈ മ്ലേച്ഛത കാണുന്നത്, പറയുന്നത്, കേൾക്കുന്നത് ഇതൊന്നും നമുക്ക് യോഗ്യമല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. എഫേസ്യസ് 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. 1 തെസ്സലോനിക്കർ 5:16 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നതോ, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം, ഇതാണ് നിങ്ങൾക്ക് യോജിക്കുന്ന കാര്യമെന്ന്. 1 കൊരിന്തോസ് 14-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹരാഹിത്യമല്ല, സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളല്ല നമുക്ക് യോജിക്കുന്നത്. സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. യോഹന്നാൻ 13:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. മറ്റൊന്ന്, ദൈവമക്കൾക്ക് യോഗ്യമായ മരണം, ഈ യോഗ്യമായ ഒരു മരണം അതാണ് ദൈവമക്കൾ വരിക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 മക്കബായർ 14-ാം അധ്യായത്തിൻ്റെ 42 വായിച്ചാൽ അത് കാണാൻ പറ്റും. മെനലാവുസ് അവന് പാപത്തിൽ വേരുറച്ച് നിന്നതുകൊണ്ട് അവസാനം അവന് മാന്യമായ ഒരു ശവസംസ്കാരം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എഫേസ്യസ് 4:28 വായിച്ചാൽ മാന്യമായ ജോലി, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ വിശ്വാസത്തിന്, ജീവിതത്തിന് മാന്യമായതായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അവസാനമായിട്ട് ഹെബ്രായ ലേഖനം 13:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടണം. മാന്യമായ വിവാഹ ജീവിതം, അതാണ് ദൈവമക്കൾ നയിക്കേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.